റഹ്മത്തിലെ ബീഫ് ബിരിയാണി ഒന്ന് കഴിച്ചു വന്നാലോ? AG റോഡിലെ റഹ്മത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുള്ളത്. 2 പീസോട് കൂടിയ ബിരിയാണി. നിങ്ങൾ ബീഫ് പ്രേമികളാണെങ്കിൽ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു ബിരിയാണിയാണ് ഇവിടുത്തേത് എന്ന് തോന്നിയിട്ടുണ്ട്. പുറത്ത് മഴ തിമിർത്തു പെയ്യുന്ന ഒരു ദിനം. സ്വാഭാവികമായും ഒരു കോഴിക്കോട്ടുകാരന് ഒരു ബീഫ് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം തോന്നാം. അത് തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് റഹ്മത്ത് എന്ന് പറയാതെ വയ്യ. 3 ഡിപ്പോട് കൂടിയ ബീഫ് ബിരിയാണി ടേബിളിലെത്തി. അതിലെ ഓരോ ഡിപ്പുകളെടുത്ത് പ്ലേറ്റിൽ വെച്ച് ഒന്ന് ടേസ്റ്റ് നോക്കുക എല്ലാവരുടെയും ഇഷ്ടവിനോദങ്ങളിൽപ്പെട്ട ഒരു വിനോദമാണ്. എല്ലാം രുചികരമാണ്. ആ ബീഫ് ബിരിയാണിയുടെ സ്മെല്ല് ആ അകത്തളങ്ങളിൽ മൊത്തം പരന്നിട്ടുണ്ട്. അതാണ് റഹ്മത്തിലേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ ചിന്തയിലേക്ക് ഓടിയെത്തുന്ന ഒരു സ്മെല്ല്. റൈസിൽ നിന്നും ഒരു ബീഫ് എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. കൂടെ കുറച്ച് റൈസും എടുത്തു. ആ റൈസ് വളരെ സോഫ്റ്റാണ്. അതുപോലെ വിട്ട് നിൽക്കുന്ന ഒരു അരിയാണ്. ചെറിയ അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോടൻ ബിരിയാണികളൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. ആ ബീഫിൻ്റെ പീസിൽ നിന്ന് ഒരു ശകലം പൊട്ടിച്ച് കഴിച്ചു നോക്കി. വളരെ സോഫ്റ്റായ അലിഞ്ഞു ചേരുന്ന ബീഫ് ഹാഫാണ് ഉപയോഗിച്ചത്. അതിന് കാരണം ഒരു ചിക്കൻ ബിരിയാണി കൂടി ഹാഫ് കഴിക്കാലോ എന്ന് കരുതിയിട്ടാണ്. രണ്ടിൻ്റെയും രുചി ഒന്നുകൂടി അറിയണം. ചിക്കനിൽ നിന്നും ഒരു പീസുള്ള ചിക്കൻ ഹാഫ് ബിരിയാണി കൂടി പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു. വളരെ സോഫ്റ്റാണ്. അതുപോലെ തന്നെ ലഗോൺ ബിരിയാണി നമ്മുടെ ഫേവറേറ്റ് ഇനങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണല്ലോ. ഇത് രണ്ടും കഴിച്ചതിന് ശേഷം ഒരു കട്ടനും കൂടി പാസ്സാക്കി. അതീവ രുചികരമാണ്. നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട സ്പോട്ടുകളിൽ പെട്ട തന്നെയാണ്. ക്വാണ്ടിറ്റി ഓവർ ദ ക്വാളിറ്റി രണ്ടും ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ള ആളുകൾ അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. AG റോഡിലെ റഹ്മത്ത്